വാട്ടർ അതോറിറ്റി ബോധപൂർവം പഞ്ചായത്തിനെ അവഗണിക്കുന്നതായി പഞ്ചായത്ത് അധികൃതർ. ഐമനം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധിച്ചു. പഞ്ചായത്ത് മെമ്പർമാരും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. പഞ്ചായത്തിൽ നിന്ന് വാട്ടർ അതോറിറ്റി ശുദ്ധീകരണത്തിനായി കൊണ്ടുപോകുന്ന ജലം പഞ്ചായത്തിന് തിരികെ നൽകാതെ ബോധപൂർവം അവഗണിക്കുന്നതായി പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ ജലലഭ്യത കൂട്ടുന്നതിനു വേണ്ടി പലതവണ വാട്ടർ അതോറിറ്റിയിൽ ജലനിധി സമിതിയും പഞ്ചായത്ത് പ്രതിനിധികളും നിരവധി തവണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിൽ കണ്ടും കത്തുകൾ മുഖേനയും അറിയിച്ചിട്ടും യാതൊരു നടപടിയും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. 14/7/2026 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സെക്ഷൻ എയുമായി സബ് ഡിവിഷൻ ഓഫീസിൽ വെച്ച് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജലനിധി എഇ, ജനപ്രതിനിധികൾ എന്നിവർ വിശദമായ ചർച്ച നടത്തുകയും ചെയ്തു. ആയതിന്റെ അടിസ്ഥാനത്തിൽ ശനി, ഞായർ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ടാങ്കിൽ വെള്ളം നിറയാത്തതിനാൽ ഇതിന്റെ കാരണം കണ്ടുപിടിച്ച് പരിഹാരം കാണാമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. വീണ്ടും വാട്ടർ അതോറിറ്റിയിൽ എത്തിയെങ്കിലും നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് സമരക്കാർ പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ചാണ് ബുധനാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഹരികുമാറും കൗൺസിലർമാരും ജലനിധി അധികൃതരും ചേർന്ന് കോട്ടയം വാട്ടർ അതോറിറ്റിയുടെ ഡിവിഷൻ ഓഫീസ് ഉപരോധിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഹരികുമാർ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. വേനൽക്കാലത്ത് പറഞ്ഞു മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വെള്ളം കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് വെള്ളം കുറവ് തരുന്നതെന്നാണ്. നമ്മുടെ കരാറ് പ്രകാരം 22,40,000 ലിറ്റർ വെള്ളം നമുക്ക് ഒരു മാസം ഈ വാട്ടർ അതോറിറ്റി തരാൻ, ഒരു ദിവസം 22,40,000 ലിറ്റർ വെള്ളം ഒരു ദിവസം ഐമനം പഞ്ചായത്തിന്റെ കുടിവെള്ള സംഭരണി, അതായത് അമ്പാടി കവലയിൽ 7ാം വാർഡിലിരിക്കുന്ന ജലസംഭരണിയിലേക്ക് ഞങ്ങൾക്ക് തരേണ്ട വെള്ളമാണ്. വെള്ളത്തിന്റെ കണക്കാണ് ഞാനിവിടെ പറയുന്നത്. എന്നാൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങൾക്ക് 2 തവണ പോലും ഞങ്ങളുടെ ടാങ്കിലേക്ക്, അതായത് ഇത്രയും വെള്ളം കിട്ടേണ്ടടുത്ത് ഞങ്ങൾക്ക് കിട്ടുന്നത് 1.5 ലിറ്റർ, 2 അടിയൊക്കെയാണ്, 2 ലിറ്റർ 2 അടി വെള്ളമൊക്കെയാണ് ഞങ്ങളുടെ ടാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന് വെള്ളം കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന് ഇവർ പറഞ്ഞു. കൗൺസിലർമാരായ ജെയിംസ് പാലത്തൂർ, ചിന്നമ്മ പാപ്പച്ചൻ, മറ്റംഗങ്ങളും ജലനിധി അധികൃതരും നാട്ടുകാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.